അങ്ങനെ വയനാട്ടിലെ കോടമഞ്ഞ് നമ്മൾ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പുറം ചേച്ചി തൂത്തുമായിരുന്നു. എന്ത് രസാ അമ്മ. ഏതാ കുന്നേലാണോ അമ്മ പാട്ട് കേൾക്കുന്നേ? ഞാൻ ചെയ്ത എൻ്റെ എല്ലാ തെറ്റുകളും ക്ഷമിച്ചിരിക്കണം. ക്ഷമിക്കും. നോക്ക്, ഇത് കുരിശിന്റെ വഴിയല്ല, പള്ളിയിലേക്കുള്ള വഴിയാണ്. കുരിശിന്റെ വഴി വേറെ ഉണ്ട്. അത്ര കയറ്റുവാ. എപ്പോ തുടങ്ങിയോ? അയ്യോ തുടക്കമേ പാടിയോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പോൾ വയനാട്ടിലാണ്. വയനാട്ടിൽ നിന്ന് ഞാനിപ്പോൾ എവിടെ പോകാമെന്ന് വെച്ചാൽ മലപ്പുറത്തോട്ട് പോവാം. മലപ്പുറത്ത് അമ്മൂൻ്റെ അടുത്ത്. എനിക്ക് അമ്മൂനെ കാണാൻ അതിയായ ആഗ്രഹം. എനിക്ക് കുറേ നേരം അമ്മൂൻ്റെ അടുത്ത് ഇരിക്കണം, അമ്മൂനോട് കുറേ നേരം സംസാരിക്കണം എന്നൊരു തോന്നൽ. ആ തോന്നലിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുഞ്ഞാവോട് ചോദിച്ചു എന്നെ ഒന്ന് കൊണ്ടുപോകാമോ. കാരണം ഇന്ന് പോയാൽ നാളെ വരാൻ പറ്റുള്ളൂ. പിന്നെ വിരുന്നിനും പോയില്ലല്ലോ അവിടെ. പിന്നെ 2 ദിവസം മൊത്തം ഇവിടെ തന്നെ തിരക്കിലായിരിക്കും. അതുകൊണ്ട് ഇന്ന് പോയിട്ട് നാളെ വരും. അപ്പോൾ ഞങ്ങൾ വയനാട്ടിൽ നിന്നും മലപ്പുറം വരെ പോയിട്ട് വരാം. വരുന്നു ഇരട്ടകൾ. ഓ എടേ, ഞാൻ വെയിലത്താ. ഞാൻ മേളി വരെ പോയി തിരിച്ച് കയറി ഇറങ്ങി വന്നു എന്നത്തെ പോലെ. അങ്ങനെ ഞങ്ങൾ ഏകദേശം എത്താനായി. നമ്മൾ ഇടയ്ക്കൊന്നും വീഡിയോ എടുത്തിട്ടില്ല. നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട്. ഇപ്പോൾ എത്തും. എത്ര നേരം കൊണ്ട് എടുക്കും കുഞ്ഞാ? 10 മിനിറ്റിൽ നമ്മൾ അവിടെ. അങ്ങനെ ഞങ്ങളെത്തി. പക്ഷേ ഈ വഴി ഒരു വല്ലാത്ത വഴിയാണ്. ഈ വഴി വണ്ടി കയറുമോ? കയറിയേണ്ട ഒരു വഴി തന്നെയല്ലേ? പോട്ടെ. 1 2 3 സ്റ്റാർട്ട്. അതറിഞ്ഞല്ല എൻ്റെ കുഞ്ഞാവയോടാ കളി. തിരിക്കുമ്പോഴല്ലേ വെൽക്കം. എല്ലാം അറിയുന്നവൻ ഭഗവാൻ എന്ന് പറയുന്നത് എല്ലാം അറിയുന്നവൻ ഞാൻ. മഴയൊന്നും എല്ലാം അറിയാൻ എനിക്കറിയാം. എൻ്റെ മോൾ ഇവിടെ കണ്ട് ഇപ്പൊ ഉണ്ടായിരുന്നു. അമ്മേ ബാത്റൂമിൽ ഇല്ല, ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. അമ്മോ അമ്മോ വിളക്ക് ഇടുവോ മാറ്റാ? അതൊക്കെ മാറ്റിയതായിരുന്നേ. പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ മാനിട്ടുണ്ടോ പോട്ടാൻ നോക്കട്ടെ. പോയി. എന്റെ ലാസ്റ്റ് വിസിറ്റ് ഓർമ്മയുണ്ടോ? ഈ വീഴ്ച അത് ഈ ബാത്റൂമിലായിരുന്നു. ഞങ്ങള് സാറ്റുകളിയായിരുന്നു കുറച്ചാളായിട്ട്. കറിയിക്കല്ലേ ഞാൻ ഇപ്പൊ കരയും. ചുമക്കണേ ദീതി. ഞാൻ വേറെന്താ പറഞ്ഞു വീട് കട്ടിയാണ്. കിടുവിന്റെ പ്രായമുള്ള നയിക്കുക. കിടുവിന്റെ കൂടെ കുഞ്ഞമ്മ ഹോം ടൂർ എടുക്കാം. പിന്നെ എന്തെങ്കിലും എടുക്കാം ചേട്ടാ. എന്തെങ്കിലും എടുക്ക. അമ്മ വീഡിയോ എടുത്തിട്ട് ഒത്തിരി നാളായി. ഫോൺ കൊടുത്തോള്. അമ്മ വീഡിയോ എടുക്കാത്തോണ്ട് ശരിയാവുന്നില്ലെന്ന് പറഞ്ഞു. ഞാനൊന്ന് ഡ്രസ്സ് മാറട്ടെ, അത് പിന്നെ എടുക്കാം. ഞാൻ എടുത്താതെയോ? ഞാൻ ഒളിച്ചൊന്ന് എടുത്താ നല്ല വ്യൂ ഉണ്ടാവും. എന്റെ ചായ അവിടെ വെച്ചേര്. ഇതാട്ടോ മറ്റേ റൂം. അല്ല, ഞങ്ങൾ കിടക്കുന്ന റൂം ഇതാ. മറ്റേ റൂം
ഇല്ല. എക്സ്ക്യൂസ് ഞാൻ ഡ്രസ് നോക്കാം. ഓക്കെ ഓക്കെ മാറിക്കോ. ഇതാണ് ഞങ്ങളുടെ അടുക്കള. കണ്ടോ കണ്ടോ കണ്ടോ. ചേച്ചി ഡ്രസ്സ് മാറുന്നു. ആ ചായ കുടിക്കുന്നില്ല ചോദിക്കാൻ. രംഗണ്ണൻ ചായ കുടി. രംഗണ്ണൻ ചെള്ളിന്റെ ശല്യമുണ്ട് ഇട്ടോ. ഞാൻ ഒരാളോട് നടക്കണമെന്ന് പറയുമ്പോൾ നീ പറ, ഒരു രോഗിയോട് നടക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് നടത്താൻ കൊണ്ടുപോയത്. കുരിശിന്റെ വഴി ഒരു കുന്നിന്റെ ഉണ്ടാക്കി. കുഞ്ഞാ പറഞ്ഞ കുരിശിന്റെ വഴിയെ നടക്കണമെന്നാ പറഞ്ഞത്. കുരിശ് ചുമന്നോടെ നടക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. ചുമന്നില്ലല്ലോ, തന്നെയല്ലേ പറഞ്ഞേ. ഒരു ദിവസം കേൾക്കണം. അന്ന് ദീപ്തിയൊക്കെ ഇവിടെ വരുമ്പോഴും ഉണ്ടായിരുന്ന അതേ നൈറ്റ് തന്നെയാണ്. അതേ നൈറ്റി, അതേ അതേ ഇരിപ്പ്. കുഞ്ഞാച്ചേന്റെ കോസ്റ്റ്യൂം മാറ്റമുണ്ട്. അങ്ങനെയാണ് അന്ന് ഞാൻ അയ്യോ ഓർമ്മിപ്പിക്കല്ലേ. നമുക്ക് ബാത്റൂമിന്റെ കുറ്റി ഞാൻ മാറ്റി വെച്ചേക്കോട്ടോ. ചോദിച്ചു അപ്പൊ ഈ ബാത്റൂമിലാണോ വീണത്? അയ്യോ അന്ന് പോയ വഴി അറിയാൻ ആരുമില്ല. ഇങ്ങനെ എല്ലാരോടും ഇത് കണ്ടോ അപ്പൊ വീണതാ. കണ്ടക്ടറോട് വരെ ബാത്റൂം പൊളിച്ചേക്കണം ഓർത്തെടുത്തത്. എന്റെ കൈയെല്ലാം പൊള്ളിയിരിക്കടി. എന്താ തോന്നല? ഞങ്ങളൊക്കെ പാചകം ചെയ്യാറ്. ഞങ്ങളുടെ കൈ കൊള്ളാറില്ലല്ലോ. നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള ഒരു ധാരണയില്ല. അതുകൊണ്ടാണ്. ശരിയാ. ഇതിനൊക്കെ വിശേഷങ്ങൾ പറയൂ. എന്ത് വിശേഷം? ഓഫ് ചെയ്തിട്ടോ. പിണറായി സഖാവ് പറയുന്ന പോലെ പുള്ളിക്ക് മാത്രമേ പറയാൻ പറ്റൂ. സുരേഷ് ഗോപി പറയുന്ന പോലെ പുള്ളിക്ക് മാത്രമേ ആർക്കും. അത് അവർക്കൊന്നും അവരൊന്ന് സുഖിപ്പിച്ചാ. ഞാൻ കേട്ട് സുരേഷ് ഗോപി പറയുന്ന സാധനം കണ്ടായിരുന്നു. നല്ല രസമായിട്ട് ഇഷ്ടായി. അപ്പൊ ഞങ്ങൾ തമ്മിലൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ടുണ്ട്. പതുക്കെ പോയി ഒടിഞ്ഞിങ്ങനെ പോയൊക്കെ സാധനങ്ങളെല്ലാം ഊരി പോയി. ആ ചിടുകളാണ്ട് അമ്മേ എന്താണ് അമ്മയ്ക്ക് സുഖാണോന്ന് ചോദിക്കാൻ പറഞ്ഞു. ആരലക്കും ഇവിടെ കല്ലിച്ച് കിടക്കുകയാണെന്നാണ് വേലായുധ മാമൻ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു എല്ലാ ദിവസവും ഇതിങ്ങനെ തിരുമ്മി 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 കല്ലിപ്പ് മാറ്റിയിട്ട് ചൂട് തിളച്ച വെള്ളത്തില് ഉപ്പിട്ടിട്ട് അതിങ്ങനെ ഇങ്ങനെ 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 വെക്കണമെന്ന്. പക്ഷെ 2-3 ദിവസം ചെയ്തു. പിന്നെ എന്റേതായ ചില കാരണങ്ങളാണ് ഞാൻ കുഴമ്പ് പോയിട്ട് കുഴ പോലും പിടിച്ചിട്ടില്ല. നമ്മളെ പഴയ അമ്മൂനെ നമുക്ക് നഷ്ടപ്പെട്ടു ഗൈസ്. ഒന്നിൽ അവൾ പുതിയ യൂട്യൂബർ ആയിട്ടായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. ഭയങ്കര മാന്യത. വയ്യ ഗൈസ് വയ്യ. ഇവിടെ കാണാൻ പറ്റത്തില്ല നിന്റെ തല കൊണ്ട്. എന്റെ പൊടി അങ്ങോട്ട് തന്നേ. ഞാൻ തീരുമാട്ടെ. അയ്യോ അതേ ഇടത്തെ കൈ വെച്ച് പിടി പിടിച്ച ഇത് കഴിയട്ടെ. ആരേലും ഒരാളെ വെച്ചാൽ മതി. അത് തന്നെ അത് തന്നെ. ഒത്തിരി ഉടക്കല്ലോ. ഒത്തിരി ഉടച്ചു തിളച്ചോളം വെച്ചോ. അമ്മ വെച്ചു. ആരെങ്കിലും വെച്ചാ പോരെ. ഞാൻ സ്വല്പം മോശനിലാണ്. അമ്മ ഭയങ്കര ഇമോഷണലാണ്. എന്നെ നിങ്ങൾ കുറ്റം പറഞ്ഞാൽ അത് സഹിക്കുന്നില്ല. അതന്നെ. നിങ്ങൾ ആരെങ്കിലും മറ്റേ നാരദ കേരളത്തിൽ സിനിമ കണ്ടിട്ടുണ്ടോ? ഉറക്കെ പറ. കേക്കാം, അവിടെ വരെ കേക്കാം. എസ്റ്റൻഡിത്രയല്ലേ കണ്ടിരിക്കാൻ എന്തോ. പക്ഷെ നീ എസ്റ്റൻഡിത്രി അല്ലല്ലോ. എന്റെ സൗണ്ടൊക്കെ അത് പിടിച്ചോളൂ. അതിൽ 1-2 ഡയലോഗ് ഉണ്ട്. ഈ കുറ്റം പറയുന്നവർ ഇടയ്ക്കിടയ്ക്ക് അന്ന് പോയി കാണുന്നതല്ല കേട്ടോ. നാരദൻ കേരളത്തില് അതിനകത്തൊരു സാധനം ഉണ്ട്. നമ്മള് നെടുപടി വേണമല്ലേ, നെടുപടി വേണം പറയും. ഇന്ദ്രനോട് ഒരു സാധനം പറയും. വികാരം മൂത്ത ഗ്രഹസ്പതി വിവരദോഷിയാവെന്ന് പറയുന്നത് വെറുതെ അല്ലെന്ന് പറയും. അപ്പൊ പുള്ളി തിരിച്ചൊരു സാധനം പറയും. നാരദ ഒരുമാതിരി എത്ര പറഞ്ഞുള്ളൂ. ആ കാണണേ, പഴയ സിനിമകളൊക്കെ കാണണം. അതിന് കുറെ ഉണ്ട് അൾട്ടിമേറ്റ് ഡയലോഗുകൾ. പിന്നെ ഇപ്പോഴത്തെ എന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാ മറ്റേ നമുക്കോയെ പറഞ്ഞ പോലെ ഒരാളെ ചത്ത കിടക്കുമ്പോഴല്ലേ അതെ, അമ്മന്റെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മ പറഞ്ഞത് ഒരാളെ ചത്ത കിടക്കുമ്പോഴല്ലേ ഈ ചെറ്റ വർത്താനം പറയുന്നതെന്നാണ്. ശരിയാണ്. വയ്യാണ്ടിരിക്കുമ്പോ മനുഷ്യനെങ്കിലും സമാധാനിപ്പിച്ച് എണീപ്പിച്ച് കിടക്കാനുള്ളൊരു പകരം പല വഴിക്കൊന്നും കുത്തലും ചിത്തലും തന്നെ. അയ്യോ ഷവറിന്റെ കീഴിൽ പോയി നിന്ന് എന്ത് സുഖമാ കിണറ്റിലെ വെള്ളം. നല്ല തണുത്ത വെള്ളം. തണുത്ത വെള്ളം. ഇതിന് മറുപടി പറഞ്ഞിട്ട് തിരുമ്മിയാ മതി. ഞാൻ കുളിച്ചില്ലേ ഇന്നലെ? ഞാൻ കുളിച്ചില്ലേ? കുഞ്ഞാച്ചേട്ടൻ നീ കണ്ടിട്ടില്ല നിന്നെ കാണിക്കാനാണ് കുളിക്കുന്നത്. അങ്ങനെ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അമ്മൂന്റെ ഒരു പ്രശ്നം ഒന്നീ ഭയങ്കര സാഡായിരിക്കും, അല്ലെ ചുമ്മാ ഇരുന്ന് ചിരിക്കും. മണിയമ്മ സ്ക്രീനില്ലെങ്കിൽ പിന്നെ കുറച്ചൊക്കെ നടിപ്പിച്ചു കേട്ടോ. നമ്മളെ പോലെ നിന്നെ കിട്ടത്തക്ക പോലെ തന്നെ വെക്കണേ.
എന്താണ് നീര് വെക്കും കേട്ടോ, ഒത്തിരി ഇട്ട് പിടിച്ചാല്. എന്താണ് വൈദ്യർക്ക് പറയാനുള്ളത്? എന്താ ഏതാ വൈകിട്ട് ഈ കല്ല് വെച്ച് വീട് പിടിക്കണോ? എന്റെ പൊന്നെ, നാളെ ഞാൻ ഹൾക്കിനെ പോലെ ഇരിക്കും ഇവിടെ വീർത്തിട്ട്. എന്നിട്ട് കിടു എടുത്തോണ്ട് കളിക്കാനില്ല. കിടുവിന് 3-4 ദിവസമായിട്ട് നല്ല കുറച്ച് കുട്ടികൾ റെഡിയാക്കി. അതുകൊണ്ട് രാത്രിയാകുമ്പോ അങ്ങ് കൂടി വന്നു. പട്ടാളന്റെ അല്ലേ അവരാ അത്ര രാവിലെ വീഡിയോ കോൾ ചെയ്തിട്ട് അമ്മു എന്റെ കാർ അവിടെ ഞാൻ കാണിച്ചു കൊടുക്കും. അത് ആർക്കും കൊടുക്കല്ലോ കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ചാർജ് ആക്കി ഫുള്ളാക്കി വെച്ചേക്കണം. എന്നിട്ട് വീഡിയോ കോൾ ചെയ്യുമ്പോൾ എപ്പോഴും ലൈറ്റ് അടിച്ച് കാണിക്കണം അതിനകത്ത്. അപ്പൊ എന്തുവാ അപ്പൊ എന്നോട് പറയാ പാർക്കിലെവിടെ അപ്പൊ കളിപ്പാട്ടം ഇരിക്കുന്നത്? പിന്നെ ഹൈഡ്രജൻ ബലൂൺ മേടിച്ച് തന്നു കഴിഞ്ഞാൽ പറന്നു പോയി കഴിഞ്ഞാൽ കാര്യത്തില്ലെന്ന് ഞാൻ അപ്പൊ കാര്യമില്ല കേട്ടോ. അപ്പൊ എന്നെ വിഷമിപ്പിക്കുന്നു. എന്നെ കൊണ്ടാ പറമ്പിൽ കൂടെ ഒക്കെ പോകുന്നോടി കയ്യെ പിടിച്ച് നടത്തി. ഈശ്വര മോതിരം ഇല്ലാണ്ട് മോതിരം കയറല്ലോ. ആ പാട് നോക്കി. ഞാനോ ഞാനോ എനിക്കാണെങ്കിൽ എന്റെ അംഗഭംഗങ്ങൾ വലുതായിട്ട് എനിക്ക് വയറൊക്കെ അംഗഭംഗങ്ങൾ വലുതായിട്ടുണ്ടോ? മരുന്നിന്റെ ഒക്കെ മോത്തത്ര ക്ഷീണം, കണ്ണൊക്കെ അതിന്റെ അകത്തായിട്ടുണ്ട്. അതാണ് എഴുതിയത്. അത് കഴിഞ്ഞ് കുളിച്ചിട്ടില്ല. അപ്പൊ കുഞ്ഞാച്ചേട്ടൻ പറഞ്ഞാൽ എന്തോ സത്യമുണ്ട്. ഡെയിലി കുളിക്കും. ഈയിടെയായിട്ടുള്ള വൃത്തിയായിട്ട സ്വഭാവം അത്. ഇടയ്ക്കിടയ്ക്ക് പഴയ ദീപ്തി ചേച്ചിയെ മിസ് ചെയ്യുന്നു. അതെ, പണ്ടൊക്കെ എന്ത് രസമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കുളിച്ചാൽ ഇപ്പോഴത്തെ ക്ലൈമറ്റ് സമ്മതിക്കുന്നില്ല. തിളക്കണ്ടേ? ഉപ്പും വെള്ളവും സെപ്പറേറ്റ് മുക്കി ഉപ്പ് മുക്കി ആദ്യം വെള്ളം ഉപ്പ് മുക്കി വെച്ചാൽ മതിയോ? അപ്പൊ അമ്മ വെച്ചില്ല. അപ്പൊ രണ്ടുപേരും വെള്ളം വെച്ചില്ല. ചുരുക്കം പറഞ്ഞാൽ രണ്ടുപേരും വെച്ചില്ല. ഇപ്പൊ ഞാൻ കളിക്കാൻ പറ്റില്ല. ഇപ്പൊ കളിക്കാൻ പറ്റിയ എന്തറിയോ മാർഗംകളി. ഒരു മാർഗമില്ലാത്തപ്പോ കളിക്കുന്നില്ലേ? പിന്നെ ഫോൺ ഇങ്ങോട്ട് വെച്ച അല്ലല്ല നമ്മളെ വൃത്തിക്കാണോ? ഈ കസേരയിൽ ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമല്ലേ? ഞാൻ എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നു. അമ്മ പക്ഷെ എന്നെ ചീത്ത പറയും. ഇങ്ങനെ ഇരുന്ന നടുവേദന വരും. നടുവേദന വരുമ്പോൾ എനിക്ക് പറയാൻ പാടുണ്ടോ? കുഞ്ഞെനിക്ക് മരുന്ന് എന്റെ തലച്ചോറ് പ്രവർത്തിക്കുന്നില്ല. നേരത്തെ ഉള്ളതാ സുലോഭ എന്തെങ്കിലും വർത്താനം പറഞ്ഞു. അമ്മ എന്തിനാണ് ഗുളി കഴിച്ചത്? തൈറോയിഡിന്റെ. പക്ഷെ കേൾക്കുന്നതിനോടൊപ്പം വേറെന്തോ സംഭവം ഉള്ളത്. എടി പാവടി അമ്മയുടെ ഈ സങ്കടം തോന്നും. ഒറ്റ കമന്റിനെ പറ്റി പറയത്തില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് മുറി അടച്ചിരിക്കും. കമന്റ് ഇടുന്നൊരു പ്രാഗ് അല്ല വായിച്ചിട്ട് ചീത്ത പറയുന്നതാണോ? ഫോണിനൊക്കെ ആകെ ഒരു ഷേപ്പ് മാറ്റം സംശയമുണ്ട്. അമ്മ പട്ടിയെ ചീത്ത പറയുന്നുണ്ടെ ഉറപ്പായിട്ടും കമന്റ് ഇട്ടവർക്കുള്ളത് മുറി അടച്ചിട്ടിരുന്നിട്ട് കമന്റ് വായനയാണ് എന്താ ഇറങ്ങി വരുമ്പോ ഒരു ദീർഘശ്വാസം വിട്ടിട്ട് എന്നെ ഒന്ന് നോക്കിയിട്ട് നേരെ വിട്ടൊരു ചൂലിങ് എടുക്കും. ഈച്ച അടിച്ചു കൊല്ലുക. ഈച്ച പശയായിട്ട് നോക്കുമ്പോ അടിയോടടി തറയിലിട്ട് ചൂല വെച്ച് ഈച്ച അടിച്ചു കൊല്ലുക. അമ്മയ്ക്ക് എന്നോട് പറയാനും വയ്യ. എല്ലാരും എന്നോട് പറയില്ലെന്ന്. ശരിയാ, ഭയങ്കര വർത്താനം. അത് പറഞ്ഞിട്ട് നേരത്തെ എന്റെ ഈ കഴിച്ചിന് എവിടെയാണ് പണം വെച്ചത്? നിന്റെ എന്തൊക്കെ എവിടെയൊക്കെ പണയം വെച്ചേക്കാൻ നിനക്ക് തന്നെ അറിയത്തില്ല. പിന്നെ കുഞ്ഞാവേടി ചോദിക്കും. ഞാൻ ആരുടെയും കയ്യിൽ പണയം വെക്കാൻ കൊടുത്തു. അല്ല, പരിചയമുള്ള എല്ലാരോടും ചോദിക്കണം എന്റെ പേര് എന്തെങ്കിലും. എന്റെ ഒരു സാധനം പണയം വെക്കാൻ കൊടുത്തിട്ട് 1 വർഷത്തിന് ശേഷം കഴിഞ്ഞ ദിവസം കിട്ടിയ ആളെ കൊണ്ട് വെച്ചു. ആരൊക്കെ ഉണ്ട്? കുഞ്ഞാച്ചേട്ടൻ ദീപ്തി ചേച്ചി ഇല്ല. കണ്ണാപ്പി ചേട്ടൻ പോയല്ലേ? നാളെ രാവിലെ ഉച്ച മുക്കാല്. എന്തുവാ റേഞ്ച് ഇല്ല. എന്താ റീചാർജ് ചെയ്യണമെന്ന് പറയാനായിരിക്കും എന്നോട്. ഫോണൊന്ന് റീചാർജ് ചെയ്ത് കൊടുക്കണം. ടെലിപ്പതി ചെയ്യില്ല. കമന്റ് വായിക്കാനല്ലേ? 3 പോയി. അതല്ല 3. സുലമ്മയുടെ ഫോണും അച്ചാച്ചിയുടെ ഫോണും ടിവിയും പോയി. ഏതെങ്കിലും ഒന്ന് റീചാർജ് ചെയ്ത് കൊടുക്കാൻ. കുഞ്ഞാച്ചേട്ടാ, സുലോമയ്ക്കും അച്ചാച്ചിക്കും ടിവിയിൽ റീചാർജ് ചെയ്ത് കൊടുക്കാൻ. ഇവര് കുറച്ചു നേരം ആണല്ലോ വന്നിട്ട്. എന്റെ ഫോണിൽ ഇത് കൊടുത്തില്ല, കൊടുക്കണം. ഇപ്പൊ ചായ കുടിച്ചു വെച്ചേച്ചു. അത് കാർ കൊണ്ടാവുന്നേ.
എൻ്റെ അക്കൗണ്ടിൽ ആ 290 ഉണ്ട്. എന്റെയിലും കാണും ഒരു 10-20 രൂപ നമുക്ക് റീചാർജ് ചെയ്യാം. മൊബൈല് TV ആണ് ഞാൻ റീചാർജ് ചെയ്യുന്നത്. ഞാൻ മൊബൈൽ റീചാർജ് ചെയ്തു. പിരിവിട്ട് റീചാർജ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ മനസ്സിൽ അണ്ണാണ്ട് പാട്ടല്ലേ അത്? ഒരു 3 രൂപ കൂടി ഉണ്ടെങ്കിൽ ഒരു മാസം ഇതെന്താ? ചൂടുവെള്ളം വെക്കാൻ അമ്മ ഒരു ഉണങ്ങി ചെറിയ തോട്ടത്തിന് കൊടുക്കണം. ആ റീചാർജ് ഒക്കെ ചെയ്യും. ഇന്ന സീനില് അന്ത പക്കം പോയാച്ചു ഏതെങ്കിലും ഒരു പക്കത്തില് എന്തെങ്കിലും പറഞ്ഞു ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ഒക്കെ ഇപ്പൊ റോഡിൽ കൂടെ നടക്കുന്നേ. ഇത് ഞങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മലപ്പുറത്ത് മലയുടെ മണ്ടയ്ക്ക് ആയതുകൊണ്ട് മലപ്പുറത്തായിരുന്നല്ലോ. അത് മലയുടെ പുറത്തായിട്ട് പോകുന്നൊക്കെ തലയുടെ മേലെ കൂടെ ഇങ്ങനെ ടച്ച് ചെയ്തേ പോകും. ആ മുഖത്തെ എക്സ്പ്രഷൻ അല്ല ഇവന്റെ ഒരു മാമനുണ്ട്. ഞാൻ വിചാരിച്ചൊരു മാമേ വേറൊരു ചെന്ന് കുഴമ്പ് 3 കുഴമ്പ് ധന്യന്തരി കർപ്പൂരാതി പൊട്ടച്ചുക്കാതി കിച്ചനെ വിട്ട് പൊട്ടച്ചുക്കാതി അവന്റെ പൊട്ടച്ചുക്കാതി അതിന് മേടിച്ചിട്ടാണ് പുള്ളി ഇങ്ങനെ കൈ അങ്ങോട്ട് പിടിച്ചിട്ട് ഇവിടൊക്കെയാണ് ചൊട്ട കേൾക്കണേ വെച്ച് കറക്റ്റ് എന്റെ കൈ ഇവിടോട്ട് ഇങ്ങോട്ട് ഒന്നും വരൂലായിരുന്നു. പിന്നെ കൃത്യം കൈ ഇവിടെയും പുറകിലും എല്ലാം പോകും. 2ാമത്തെ ദിവസം പോയി. പിന്നെ 3ാമത്തെ ദിവസം ഞങ്ങൾ സീതത്തോട് പോയി. പിന്നെ ഈ മഹാനാ പിടിച്ചത്. പറഞ്ഞപ്പോഴേ നല്ല കല്ലിപ്പുണ്ട് ഇവിടെ. കല്ലിപ്പ് ഇതുപോലെ കുഴമ്പ് തേച്ച് നല്ല ചൂടുവെള്ളത്തിൽ ഇങ്ങനെ ഉപ്പിട്ടോ ഉപ്പിട്ടാ തിളപ്പിക്കുന്നു. 2-3 സ്പൂൺ ഉപ്പിട്ടായിരുന്നു. പൊടി ഇവളെ എനിക്ക് ഇടയ്ക്ക് ചൂട് വെച്ച് തരുന്നതായോണ്ട് അങ്ങനെ ചെയ്താൽ നല്ലോണം കല്ലിപ്പ് പോകുന്നു. ഇപ്പൊ 3-4 ദിവസം ചെയ്യാത്തോണ്ട് ഭയങ്കര കൈവേദന മുഞ്ചാവിയ അതിന്റെ കൂടെ ഇരിപ്പും. അതിന്റെ കൂടെ ഉള്ള സംഭവം എന്തറിയോ? ഇത് വെച്ചുള്ള വയറ്റും സംഭവം എല്ലാം എടുക്കും. എടുത്തു കഴിഞ്ഞിട്ട് നിലവിളിയാ. അയ്യോ ഞാനാണ് എന്നും ഉഷേനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരും ശശിമലയ്ക്ക്. പിന്നെ അങ്ങ് ചിരിയും കളിയോ ഉച്ചമ്മ കോമഡിയാ. നിർമ്മലാനാണ് പിന്നെ പെട്ട പാടെ കാണൂല. ബുധനാഴ്ച വരണോ? ഇതുവഴി ഉണ്ട്. എന്നിട്ട് കുറച്ച് പരിപാടിയുണ്ട്. മറ്റേ നീ അറിഞ്ഞായിരുന്നോ അവൾ പ്രസവിച്ച് കാട്ടിലെ? 1,500 അച്ഛനും അമ്മയൊക്കെ ഉപേക്ഷിച്ചു അതിന്റെ കൂടെ എന്ന് പറയുന്നു. തന്നെ ഒരു കുടില് കെട്ടിയത് എന്തെങ്കിലും ആയിക്കോട്ടെ പോവാൻ പറ്റുമോ? പോയി കയറ്റി വിടുവോ? എന്നെ അവിടെ ബാൻ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. കയറ്റി വിടാതിരിക്കണമെങ്കിൽ ഒരു കാരണം വേണമല്ലോ. അവരാരെല്ലാം കൂടെ വരട്ടെ. ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ കൂടെ വരട്ടെ. എനിക്കിപ്പോ ഞാൻ തന്നെ പോകണമെന്നൊന്നുമില്ല. ഒറ്റയ്ക്ക് പോകണമെന്നുമില്ല. വീഡിയോ എടുക്കണമെന്നില്ല. വരുന്നവരെ വരട്ടെ. ഏതോ ഒരു ഫോൺ ഒറ്റയ്ക്ക് വരരുന്നു. അക്കൻ്റെ ഫോൺ നല്ല പവർഫുൾ ഉണ്ട്. ഇവിടെ വരെ വല്ലുണ്ട്. തക്കടെ വർത്താനം കേൾക്കാവോ? താത്ത തുമ്മി കഴിഞ്ഞാൽ അങ്ങ് മണ്ട വരെ കേൾക്കാം. താത്ത ചിരിച്ചാലും അവിടെ വരെ കേൾക്കാം. പൂച്ചപ്പോ പൂച്ചർന്ന് പൂച്ച ഫ്രൈ വേണോ? ഭയങ്കര ശല്യം കഴിച്ചു. അത് എപ്പോഴും കിണറിന്റെ മണ്ടൊക്കെ ആയിരിക്കും. ഇങ്ങനെയാണ് പിടിച്ചാൽ കണ്ടി തന്നെ പിടിച്ചില്ലാലും വേണ്ടിയില്ല. കിണറിലിടണ്ട. മക്കളൊക്കെ വാടി വാടിയല്ല വാടാ. നീ ഇത് പറയാ. നീ പോയി കഴിഞ്ഞാൽ മണിയമ്മയ്ക്ക് വേറെ കൂട്ട്. ഈ പൂച്ചനെ പരിക്കത്തേറ്റം കൊള്ളത്തില്ല. വേറൊരു പേടിച്ചിട്ടുണ്ടായിരുന്നു. അത് പാവമായിരുന്നു. അത് മച്ചു വണ്ടി തട്ടി. എല്ലാം പ്ലാൻ അതിനെ വെച്ച് വലിയ ബിസിനസ് ബിസിനസ് പ്ലാൻ ഇതുകൂടെ തുടങ്ങി. ഞാൻ എന്നോട് ഒരു കാര്യം പറഞ്ഞുള്ളൂ. ഞങ്ങളുടെ റൂം നിനക്ക് ലേബർ റൂം ആക്കി തരാം. 5 പിള്ളേരെ തന്നിട്ട് പൊക്കോളാൻ പറഞ്ഞു. ആ പൂച്ച അത് കേട്ടത് പൂച്ചയ്ക്ക് മനപ്രയാസം വന്ന് ആത്മഹത്യ ചെയ്തു. കാരണം പൂച്ചയല്ല പൂച്ചയുടെ പിള്ളേരായിരുന്നു നമുക്ക് വേണ്ടത്. ചൂട് പോയില്ലേ? അത്ര ചെയ്ത് തരുള്ളൂ. ഞാൻ അതുകൂടെ പറഞ്ഞ റിയാക്ഷൻ വീഡിയോ വായിന്ന് എന്ത് വീടുന്നുണ്ടെന്ന് നോക്കി അത്രയ്ക്കും ചെയ്ത് തരുന്നുണ്ടല്ലോ എന്ന് പറ. അല്ല കഴിഞ്ഞ ദിവസം ഞാൻ പ്രൊവോക്ക് ചെയ്തു എന്ന് പറഞ്ഞ റിയാക്ഷൻ വീഡിയോ ഇട്ടായിരുന്നു. കാരണം ഞാൻ തമ്പനയിലും ഇട്ടായിരുന്നു ഇതുകൂടി റിയാക്ഷൻ ചെയ്യണേ. നോ ഉദ്ദേശം എന്താണെന്നറിയോ? അച്ചാച്ചിയുടെ വീഡിയോ ആയത് ലാസ്റ്റ് വർഷം. അപ്പൊ ഞാൻ വിചാരിച്ച റിയാക്ഷൻ എന്താ? അച്ചാച്ചിയുടെ കുട്ടിക്കാലം, അച്ചാച്ചിയുടെ പെങ്ങള്, അമ്മ, അച്ഛൻ, അവരെവിടെ വളർന്ന ജീവിതം, അച്ചാച്ചിയുടെ അമ്മ ഒറ്റയ്ക്ക് അച്ചാച്ചിയെ ഡൽഹി മൊത്തം ആഗ്ര മൊത്തം ചുറ്റി കാണിക്കുന്നു. പിന്നെ പെങ്ങൾ മരിക്കുന്നു. എന്നിട്ട് അങ്ങനെയുള്ള കുറെ എന്നിട്ട് വർഷങ്ങൾ ഇപ്പൊ 45 കഴിഞ്ഞു. അപ്പൊ ഇപ്പം മക്കള് അച്ഛനെ അമ്മയൊന്നും നോക്കാണ്ട് മക്കളുമാരല്ല ഇപ്പം വിദേശത്ത് പോയിട്ട് തന്നെ നല്ല വെറുതെ വീട്ടിൽ കാവൽ ലഭിച്ചേക്കുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ട് നോക്കാതെ. ആ കൂട്ടത്തിൽ വ്യത്യസ്തമായി നമ്മളെ പോലെ നല്ല മക്കളുകൾ വേറെ ഉണ്ട്. അച്ഛന്റെ അമ്മയുടെ ഒക്കെ ആഗ്രഹം സാധിച്ചു കൊടുക്കും. അപ്പൊ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചത്. ഇത് റിയാക്ഷൻ വീഡിയോക്കാർക്ക് നീയൊക്കെ അങ്ങ് റിയാക്ട് ചെയ്യ് എന്ന്. പക്ഷെ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഈ നല്ല കാര്യം ഒന്ന് റിയാക്ട് ചെയ്യണേ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ മുദ്ര ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് എന്ത് പറ്റി? നിങ്ങൾ വേറെ മുദ്രയിട്ട് ഞാൻ ശ്രദ്ധിച്ചു. കോൾ വരുന്നു. എന്താണ് മണിയമ്മ കാണിച്ചിരിക്കുന്നത് നോക്കൂ. മണിയമ്മ പല രീതിയിലുള്ള ഐറ്റംസാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്.
എനിക്ക് കുറച്ച് മതി മണിയമ്മേ, കുറച്ച് കുറച്ച് വിളമ്പിയാൽ മതി. ഇതൊന്ന് കുറച്ച് അത് കുറച്ച് ഇതിൽ നിന്ന് കുറയണം. അത് കുഞ്ഞാച്ചേട്ടൻ പത്രത്തിലിട്ടിട്ടുണ്ട്. എനിക്ക് അതിൽ തന്നെ വയറ് ചാടിയിട്ട് തൈരുണ്ടോ? ഞങ്ങൾ കഴിക്കട്ടെ. ഹലോ, അങ്ങനെ നേരം വെളുത്തിരിക്കുന്നു കേട്ടോ. ആ രാവിലത്തെ കിളി. അപ്പോൾ എൻ്റെ തല ഇന്നലെ മണിയമ്മയുടെ തലയായിരുന്നു. അതോ നിന്റെ തലയായിരുന്നോ? ആ, നിങ്ങൾ രണ്ടുപേരും തലയായിരുന്നു. ഇന്ന് എൻ്റെ തലയാണ്. എൻ്റെ തല ഞാൻ അങ്ങനെ ആർക്കും വിട്ടു കൊടുക്കാറില്ല, അമ്മൂനെ വിട്ടു കൊടുക്കാറുള്ളൂ. അതെ, അവളിങ്ങനെ ചെറിഞ്ഞിട്ട് അതെ, ബ്രാൻഡ് അംബാസഡർ. അപ്പോൾ കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് ഇവിടെ പാചകത്തിൻ്റെ പരിപാടി തുടങ്ങും. ഞങ്ങൾ ഉച്ച കഴിയുമ്പോൾ പോവും. അപ്പോൾ ബാക്കി ഭാഗങ്ങളൊക്കെയോ ഏതാണ്ടൊക്കെ ഭാഗങ്ങളൊക്കെയോ നമുക്ക് മണിയമ്മയുടെ, എനിക്കിപ്പോഴും മണിയമ്മയുടെ പാചകപ്പുര ഓർമ്മ. മണിയും പിള്ളേരും എന്ന മണിയമ്മയുടെ ചാനലിൽ നമുക്ക് കാണാം. അമ്മൂൻ്റെ മണിയമ്മേൻ്റെ ചാനലിൽ നമുക്ക് കാണാം. പിന്നെ അമ്മൂനെ കണ്ടുപടി, എത്ര നന്നായിട്ടാണ് ആ കുട്ടി വീഡിയോ എടുക്കുന്നത്, അവളും അമ്മയും മാത്രമുള്ള കാര്യങ്ങൾ അല്ല. അതന്നെ, അങ്ങനെ പറയുന്നവരോട് ആരുടെ ആ നാത്തൂൻ, അവൾ എൻ്റെ നാത്തൂനല്ലേ, മോശം വരുമോ? ഞാനിത്തിരി ചീത്തയാന്ന് പറഞ്ഞാലും എൻ്റെ നാത്തൂൻ അങ്ങനെയല്ല ഞാൻ വളർത്തുന്നത്, നല്ല ഒന്നാന്തരമായിട്ടാണ്. അപ്പോൾ അവളങ്ങനെ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ടാറ്റ. അല്ല, രാവിലെ എണ്ണ വെച്ചാൽ കുളിക്കണ്ടേ? അയ്യോ, അത് ഞാനങ്ങ് മറന്നുപോയി. നല്ല കിണറ്റിലെ വെള്ളം തലയിൽ കൂടി ഒഴിച്ച് കുളിക്കുന്നതെന്ന് ഓർത്തേ. വെയിലായിട്ട് മതി അല്ലേ? ഇത്തവണ നമ്മൾ കട്ടാർ വാഴ തേച്ചില്ല. കട്ടാർ വാഴ ആ പാട് മാറിയോടി. മറ്റേ അന്ന് ഇടിച്ചു വീണല്ലേ? കുറച്ചുകൂടെ കറ്റാർ വാഴ കിളി പറഞ്ഞു കേട്ടോ. നിർത്തിക്കോ. ആയിട്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നു കണ്ടോ? ആ മുഖം കാണിക്കൂ. അപ്പോൾ ഇതിന്റെ ബാക്കി നമുക്ക് മണിയുടെ പാചകപ്പുരയിൽ കാണാവുന്നതാണ്. നീ എന്നെ മുടി പിടിച്ച് വലിക്കാതെ, നിനക്ക് അതോറിറ്റി അംബാസഡർ തന്നെ അങ്ങനെ ചെയ്ത്. അപ്പോൾ ഇത് നീ എടുത്തോ, നീ ഇങ്ങനെ പിടിച്ച് ഞാൻ പറയട്ടെ. ഞാനല്ലേ? ആ, അപ്പോൾ ഇതിന്റെ ബാക്കി നമുക്ക് മണിയും പിള്ളേരും അതിൽ കാണാം. എൻ്റെ ഭർത്താവിന് എന്നോട് അതിന് വേണം ഒരു മനസ്സ്. അതാ നമ്മൾ ഇത്ര സ്ത്രീകൾ കഷ്ടപ്പെടുന്നുണ്ട്. കുഞ്ഞാ പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ എല്ലാ വീട്ടിലും ആണുങ്ങളല്ലേ ചെയ്യുന്നത്, മിക്ക വീട്ടിലും ആണുങ്ങളൊക്കെ അല്ലേ ചെയ്യുന്നത്. അതിന്റെ പെണ്ണുങ്ങൾക്ക് ചെയ്താ അങ്ങനെ പറയാൻ പാടുണ്ടോ? ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ കട്ട് ചെയ്തു. ഓ ശരി.